ഈ ഇടയ്ക്ക് എൻ്റെ ഒരു കസ്റ്റമർ എന്നോട് ചോദിച്ചൊരു ചോദ്യമായിരുന്നു ദാറ്റ് ഒരു ഹോം ലോണിന് പോകണോ അതോ സെൽഫ് ഫണ്ടിങ് ചെയ്താൽ മതിയോ എന്ന്. പുള്ളിയുടെ കയ്യിൽ ഫണ്ട് ഉണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി വാങ്ങാനുള്ളത്, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരുന്നു. പുള്ളി ചോദിച്ചിരുന്നത് ദാറ്റ് പുള്ളിയുടെ ഫണ്ട് യൂസ് ചെയ്ത് അത് വാങ്ങിച്ചാൽ മതിയോ അതോ ഹോം ലോണിൽ പോകണോ എന്നുള്ളതായിരുന്നു. ഓരോരുത്തർക്ക് അവരുടേതായ ഫിനാൻഷ്യൽ കണ്ടീഷനും ഫിനാൻഷ്യൽ സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ റിട്ടേൺ കാൽക്കുലേഷൻ്റെ ഒക്കെ ബേസിസിലാണ് നമുക്കിത് സജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ആ ചോദ്യത്തിൽ ശരിക്കും ഫിനാൻഷ്യൽ പാർട്ടായിട്ടായിരുന്നില്ല ചോദിച്ചിരുന്നത്. പുള്ളിക്ക് ഹോം ലോണിന്റെ ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയാണ് ചോദിച്ചിരുന്നത്. ദാറ്റ് ഹോം ലോൺ എടുക്കുന്നതിന്റെ ബെനിഫിറ്റ്സ് എന്താണെന്നുള്ളത്. ഹോം ലോൺ എടുക്കുന്നതിന് അതിൻ്റെതായ ഒത്തിരി അധികം ബെനിഫിറ്റ്സ് ഉണ്ട്. ഒരു വീട് വാങ്ങാൻ തീരുമാനിച്ച ഒരാളോ ഇൻവെസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ച ഒരാളോ അവരുടെ ജേർണി ഓഫ് ബൈയിങ്ങിൽ ഹോം ലോൺ ഒരു വലിയ പ്ലേസ് ഉണ്ട് ടെക്നിക്കലി പറയുകയാണെങ്കിൽ. അപ്പോൾ നമുക്കത് സ്പെസിഫിക്കലി എടുത്ത് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ ഒരു ടോപ്പ് 5 പോയിന്റ്സ് ആണ് ഹോം ലോൺ. നമ്പർ 1 എന്ന് പറയുന്നത് ലെവറേജ് ആണ്. ലെവറേജിങ് ഓഫ് എമൗണ്ട് ആണ്. സോ ലെവറേജിങ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ദാറ്റ് നമ്മുടെ കയ്യിൽ 20% എമൗണ്ട്, ലെറ്റ് സേ 1 crore ഒരു പ്രോപ്പർട്ടി, നമ്മുടെ കയ്യിൽ വെറും 20 lakhs നമ്മുടെ സൈഡിൽ നിന്ന് ഉപയോഗിച്ച് ബാക്കി 80 lakhs ഒരു ബാങ്കിന്റെ കയ്യിൽ നിന്ന് ലെൻഡ് ചെയ്ത് നമുക്കൊരു പ്രോപ്പർട്ടി ഇമ്മീഡിയറ്റ് ബേസിസിൽ ലോൺ ചെയ്യാം. സോ ദാറ്റ് മീൻസ് നമ്മുടെ കയ്യിൽ ഒരു വലിയ കോർപ്പസിന് വേണ്ടി ഫോം ചെയ്യുന്നിടം വരെ ഒരു ഹോം ബൈയിങ് പ്രോസസ്സ് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പറയുന്ന 80 to 85% എന്ന് പറയുന്നത് ശരിക്കും കംപ്ലീറ്റ്ലി അപ്പോൺ യുവർ സിബിൽ സ്കോർ. നിങ്ങളുടെ സിബിൽ സ്കോറിന്റെ ബേസിസിൽ ഇതിന്റെ പെർസെൻറ്റേജ് വരുള്ളൂ. അത് കുറയും തോറും നമ്മുടെ ഓൺ കോൺട്രിബ്യൂഷൻ കൂടും. സിബിൽ സ്കോർ നല്ലതാണെങ്കിൽ നിങ്ങൾക്ക് അപ് ടു 80% ലോൺ അവൈൽ ആണ്. രണ്ടാമതൊരു വലിയ ഫാക്ടർ ഇതിൽ പറയാനുള്ളത് ടാക്സ് ഡിഡക്ഷൻ ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ 24B അപ് ടു 2 lakh നമുക്ക് ഇൻട്രസ്റ്റിൽ ഡിഡക്ഷൻ കാണിക്കാം ഓൺ ഇയർലി ബേസിസ് ഓഫ് യുവർ ടാക്സ് ഫയലിംഗ്. അതിന് മുകളിൽ അപ് ടു 1.5 lakhന്റെ നമുക്ക് പ്രിൻസിപ്പൽ എമൗണ്ടിൻ്റെ ഡിഡക്ഷൻ കാണിക്കാം ഓൺ ATC അനുസരിച്ച്. സോ ഇതിൻ്റെ ഈ ഒരു ടാക്സ് ഡിഡക്ഷൻ ബെനിഫിറ്റ് ശരിക്കും നമ്മുടെ ടാക്സ് ഫയലിങ്ങിൻ്റെ ടൈമിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടാക്സ് പ്രോസസ്സിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. സോ ഇതിൽ പിന്നെ എനിക്ക് എടുത്ത് പറയാനുള്ളൊരു പോയിന്റ്, അത് നമ്പർ 3 പോയിന്റ് ആയിട്ട് തന്നെ പറയേണ്ടി വരും. ദാറ്റ് ഈസ് ലോൺ 2 പേരും കൂടിയാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണർ അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിലായിട്ടാണ് നിങ്ങൾ എടുത്തിരിക്കുന്നെങ്കിൽ 2 പേർക്കും അവരുടെ ടാക്സ് ഫയലിങ്ങിൽ ഈ പറഞ്ഞ പ്രോസസ്സ് അവൈൽ ചെയ്യാൻ പറ്റും. സോ 2 പേർക്കും ഈ പറഞ്ഞ ഡിഡക്ഷൻസ് 2 പേർക്കും അതിൽ യൂസ് ചെയ്യാൻ പറ്റും. ഫോർത്ത് ഞാൻ മൈൻഡിൽ കൺസിഡർ ചെയ്തിരിക്കുന്ന ഒരു വലിയ ഫാക്ടർ എന്ന് പറയുന്നത് ഡ്യൂ ഡിലിജൻസ് ഡൺ ബൈ ബാങ്ക് ആണ്. അത് എടുത്ത് പറയുകയാണെങ്കിൽ നമ്മളൊരു പ്രോപ്പർട്ടി കണ്ടു, ഇഷ്ടപ്പെട്ടു, ആ പ്രോപ്പർട്ടിയുടെ ലോൺ പ്രോസസ്സിന് വേണ്ടി നമ്മൾ ബാങ്കിനോട് സംസാരിക്കുമ്പോൾ ആ പ്രോപ്പർട്ടി സർട്ടൻ ബാങ്ക്സ് അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഓൾറെഡി പ്രീ അപ്രൂവ്ഡ് ലോൺസ് ഉണ്ടാവും. നമുക്കല്ല, പ്രീ അപ്രൂവ്ഡ് ആയിരിക്കും ആ പ്രോജക്റ്റിൽ ഉണ്ടാവുക. സോ ആ അപ്രൂവൽ എങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് അവിടുത്തെ ഡോക്യുമെന്റേഷനും അവിടുത്തെ ഹിസ്റ്ററി എല്ലാം ചെക്ക് ചെയ്തതിന്റെ ബേസിസിലായിരിക്കും അവരവിടെ ലോൺ അപ്രൂവ് ചെയ്തിട്ട് കൊടുക്കുന്നത്. സോ ആ ഒരു ഫാക്ടർ നമുക്ക് ബാങ്ക്സിന്റെ ബേസിസിൽ ട്രസ്റ്റ് ചെയ്യാം. സോ സർട്ടൻ നാഷണലൈസ്ഡ് ബാങ്ക്സ് വളരെ ക്രിട്ടിക്കലാണ്. അവരുടെ ഡ്യൂ ഡിലിജൻസ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെയാണ് ഓരോ പ്രോജക്റ്റിനും ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ ബേസിസിൽ നമുക്ക് നമ്മുടെ ബാങ്കിനെ കൊണ്ട് ഒരു ക്രോസ് ചെക്ക് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഗ്രൗണ്ട് വർക്ക് അവർ ഓൾറെഡി ചെയ്തു വെച്ചിട്ടുണ്ടാവും. ഇത് നമുക്കൊരു ഹോം ബൈയിങ്ങിൽ കുറച്ചും കൂടി കോൺഫിഡൻസ് തരുന്ന ഒരു ഫാക്ടർ ആയിരിക്കും. ഒരു 5th പോയിന്റ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇൻ ദ വേൾഡ് ഓഫ് ഇൻട്രസ്റ്റ് വിത്ത് എനി അതർ പ്രോഡക്റ്റ് നോക്കുകയാണെങ്കിൽ ഹോം ലോൺ എന്ന് പറയുന്നത് കുറവ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഇന്ത്യയിൽ. വേൾഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഒരിക്കലും കുറവല്ല. ഇവിടെ അപ് ടു 8.5 to 9% ആണ്. പല കൺട്രീസിലും 3%, 2% ഒക്കെയാണ് ഹോം ലോൺ റേറ്റ്. അതുകൊണ്ടാണ് അവർക്ക് ഈസിലി ഒരു റെന്റിങ് കൾച്ചർ അവിടെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഇന്ത്യയിൽ ആ ഒരു പ്രോസസ്സ് അധികം വർക്ക്ഔട്ട് ആവാത്തത് ബിക്കോസ് അപ് ടു 3% വരെ നമുക്ക് റെന്റൽ റിട്ടേൺ കിട്ടുള്ളൂ. അപ്പോൾ നമ്മളൊരു 8% നമ്മൾ ഇൻട്രസ്റ്റ് കൊടുത്തോണ്ട് ഈ 3% ഏൺ ചെയ്യുന്നത് ഒരു റെന്റിങ് കൾച്ചറിന് പറ്റിയൊരു കാൽക്കുലേഷനിലല്ല ശരിക്കും. പക്ഷേ ക്യാപിറ്റൽ അപ്രീസിയേഷൻ എന്ന് പറയുന്ന ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ വളരെ ഹൈ ആണ്. സോ അവിടെ നമുക്ക് ശരിക്കും റിയൽ എസ്റ്റേറ്റിൽ ക്യാപിറ്റലൈസ് ചെയ്യാം. ഞാൻ ആ ഒരു ഫാക്ടർ നന്നായിട്ട് ചെയ്യാം. സോ ഞാനിത് പറഞ്ഞു വരുന്നത് നമുക്ക് ഇൻട്രസ്റ്റ് എന്ന് പറയുന്ന ഒരു കോമ്പണന്റ് 8 to 9% എന്ന് പറയുന്നത് ഇന്ത്യയിൽ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ നമുക്കൊരു ലോവർ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ്. അത് EMI വളരെ കൂടുതലായിട്ട് കാണാൻ റീസൺ ബിക്കോസ് പ്രോപ്പർട്ടി ഈസ് വൺ ഓഫ് ദി മോസ്റ്റ് എക്സ്പെൻസീവ് ബൈ ഫോർ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ. സോ ഒരു ഹയർ പ്രിൻസിപ്പൽ റേറ്റ് ആയതുകൊണ്ട് നമുക്കതിൽ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റും അതിനനുസരിച്ച് കൂടുതൽ തന്നെയായിരിക്കും. സോ ഇതൊക്കെയാണ് ഒരു മേജർ ബെനിഫിറ്റ് ഓഫ് ഹാവിങ് എ ഹോം ലോൺ. ഒരു റീക്യാപ്പായിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഞാൻ എപ്പോഴും അതിൻ്റെ ലെവറേജ് പറയും. നമുക്ക്
പ്രോപ്പർ ലെവറേജ് ആസ് എൻ ഇൻവെസ്റ്റർ യൂസ് ചെയ്യുന്ന ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. കയ്യിലുള്ള ഫണ്ട് വെച്ച് മാത്രം അത് പർച്ചേസ് ചെയ്ത് ബാക്കി ലോണിൽ അഡ്ജസ്റ്റ് ചെയ്ത് ക്യാപിറ്റൽ അപ്രൈസേഷൻ ലെവറേജ് ചെയ്യുന്ന ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് മാർക്കറ്റിൽ. എനിക്ക് അവർ വളരെയധികം അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്. സെക്കൻഡ്ലി പറയുകയാണെങ്കിൽ ടാക്സ് ഡിഡക്ഷൻസ് ആണ്. നമുക്കൊരു 1.5 and 2 lakhന്റെ ഡിഡക്ഷൻ ഓൺ പ്രിൻസിപ്പൽ ആൻഡ് ഇൻട്രസ്റ്റ് നമുക്ക് അവൈൽ ചെയ്യാൻ പറ്റും. രണ്ടുപേരും കൂടി കമ്പൈൻ ചെയ്ത് ലോൺ ചെയ്യുന്ന പ്രോസസ്സാണ് സെയിം പ്രോപ്പർട്ടിയിൽ. രണ്ടുപേർക്കും ഈ ബെനിഫിറ്റ് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാലാമത് പറയാനുള്ളത് ഡ്യൂ ഡിലിജൻസ് ആണ്. ബാങ്ക് കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഡോക്യുമെന്റ്സും ചെക്ക് ചെയ്തതിന്റെ ബേസിസിലാണ് അവർ ആ പ്രോജക്റ്റിന് അവർ അപ്രൂവൽ കൊടുക്കുന്നത് ഹോം ലോൺ ചെയ്യാനുള്ളത്. സോ നമുക്കും അതൊരു ഇനീഷ്യൽ കോൺഫിഡൻസ് ആയിരിക്കും. ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ വൺ ഓഫ് ദി കമ്പാരിറ്റീവ്ലി ലെസ് ആണ്. സോ അങ്ങനെ നോക്കുകയാണെങ്കിൽ യു ക്യാൻ ഡെഫിനറ്റ്ലി use those part of home loan on buying or owning an apartment for yourself. So for similar real estate information, do reach out, do follow Real Estate with Arun, subscribe to this channel. I'll be posting you more content related to this. Thank you.